പല്ലിൽ കമ്പിയിടുന്നതിൻ്റെ ചിലവ് എത്രയൊക്കെ ആകുമെന്നത് മിക്ക ആളുകളുടെയും ഡൗട്ടാണ്. അത് എത്രയാണ് എന്നും എന്തിനാണ് കമ്പിയിടുന്നത്, ഏത് പ്രായത്തിലിടണം, കമ്പിയിടുന്നതിന് മുൻപുള്ള ചിലവുകൾ ഇവയെല്ലാമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ഡോക്ടർ സാറ, ഡെൻ്റൽ സർജനാണ്. വെൽക്കം ടു മൈ ചാനൽ. ആദ്യം തന്നെ പറയട്ടെ, കമ്പിയിടുന്നതിൻ്റെ റേറ്റ്, ഏത് രീതിയിലാണ് നിങ്ങൾ കമ്പിയിടുന്നത്, അതുപോലെ തന്നെ നിങ്ങൾ താമസിക്കുന്ന സ്ഥലവും ഡോക്ടറുടെ എക്സ്പീരിയൻസും ഇതെല്ലാം കൊണ്ടും തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാം. എന്നിരുന്നാലും കമ്പിയിടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കമ്പിയിടുന്നതിൻ്റെ ചിലവ് ഏകദേശം ഒരു ധാരണ ലഭിക്കാനാണ് ഈ വീഡിയോ. നിരതെറ്റിയതോ കയറിയിറങ്ങിയ പല്ലുകളോ, തിങ്ങിക്കൂടി നിൽക്കുന്ന പല്ലുകളോ, പല്ലുകൾക്കിടയിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിലോ, മുകളിലെയും താഴത്തെയും പല്ലുകൾ തമ്മിൽ കടിക്കുന്നത് ശരിയായി വരാത്തതോ ആയ പ്രശ്നങ്ങൾക്കൊക്കെയാണ് പല്ലിൽ കമ്പിയിടുന്ന ട്രീറ്റ്മെൻറ്റ് അഡ്വൈസ് ചെയ്യുന്നത്. ഏകദേശം ഒരു 13 വയസ്സിന് ശേഷം, അതായത് നമ്മുടെ പെർമനൻ്റ് പല്ലുകളുടെ വേരുകളുടെ വളർച്ച മുഴുവനായതിനു ശേഷമാണ് ഇതുപോലെയുള്ള ചികിത്സകൾ ചെയ്യുന്നത്. ഇനി അതല്ല, ചില കുട്ടികളിൽ താടിയെല്ലുകളുടെ വളർച്ച തെറ്റായ രീതിയിലാണ് വരുന്നതെങ്കിൽ ഒരു 8-9 വയസ്സിനുള്ളിൽ തന്നെ ഡെന്റിസ്റ്റിനെ കാണിച്ചാൽ പ്രിവെൻറ്റീവ് ഓർത്തഡോണ്ടിക്സ് വഴി കറക്റ്റ് ചെയ്യാൻ കഴിയും. ആദ്യം തന്നെ കോമണായി എല്ലാവരും ഉപയോഗിക്കുന്ന മെറ്റൽ ബ്രേസസിനെ കുറിച്ച് പറയാം. ഇത് മറ്റുള്ള നൂതന കമ്പിയിടൽ രീതികളെ അപേക്ഷിച്ച് ചിലവ് കുറഞ്ഞ രീതിയാണ്. പല്ലിൻ്റെ മുകളിൽ മെറ്റൽ പീസസ് ഒട്ടിച്ച് അതിൻ്റെ മുകളിൽ കമ്പിയിട്ട് പല്ല് കറക്റ്റ് ചെയ്യുന്ന രീതിയാണിത്. ഏകദേശം 1.5 മുതൽ 2 വർഷം വരെ ഈ ട്രീറ്റ്മെൻറ്റിന് സമയമെടുത്തേക്കാം. ഇവയ്ക്ക് ചിലവ് 18,000 മുതൽ 35,000 വരെയാകാം. ചില ക്ലിനിക്കുകൾ ഇൻസ്റ്റാൾമെൻറ്റ് പോലെയാണ് ക്യാഷ് വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചായി അടച്ചാൽ മതിയാകും. ഇനി കാഴ്ചയിലുള്ള അഭംഗി മാറാൻ പുറമേ കാണാതെ പല്ലിൻ്റെ ഉള്ളിലൂടെ ഇടുന്ന കമ്പിയിടൽ രീതിയാണ് ലിംഗ്വൽ ബ്രേസസ്. ഇവയ്ക്ക് 72,000 മുതൽ 2 ലക്ഷം രൂപ വരെയാകാം. എന്നാൽ പുതിയതായി ഇറങ്ങിയിട്ടുള്ള കമ്പിയിടൽ രീതിയാണ് സെൽഫ് ലിഗേഷൻ ബ്രേസസ്. ഇങ്ങനെയുള്ള കമ്പിയിടൽ മെറ്റൽ ബ്രേസസിനെ വെച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പല്ലുകൾ നീങ്ങുന്നതായും അതുപോലെ തന്നെ ചില ആളുകളിൽ പല്ല് പറിക്കേണ്ട അവസ്ഥ ഒഴിവാക്കാനുമാകുന്നതാണ്. ഇതിൽ മെറ്റലും സെറാമിക്കുമുണ്ട്. മെറ്റലിന് 45,000 മുതൽ 50,000 രൂപ വരെയും സെറാമിക്കിന് 60,000 മുതൽ 70,000 രൂപ വരെയുമാണ് ചിലവ്. അടുത്തതായി പല്ലിൻ്റെ നിറത്തിലുള്ള കമ്പിയാണ് സെറാമിക് ബ്രേസസ്. അതായത് മെറ്റൽ ബ്രാക്കറ്റ്സ് ഒട്ടിക്കുന്നതിന് പകരം പല്ലിൻ്റെ കളറിലുള്ള ബ്രാക്കറ്റുകളായിരിക്കും ഒട്ടിക്കുന്നത്. ഇവയ്ക്ക് 35,000 മുതൽ 50,000 രൂപ വരെയുണ്ട്. എന്നാൽ നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാകും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്ലിയർ അലൈനേഴ്സിനെ കുറിച്ച്. ക്ലിയർ ആയിട്ട് കമ്പികളില്ലാതെ തന്നെ നിരകൾ ശരിയാക്കാനുള്ളതാണ് ഇവ. ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഡോക്ടറിനെ കാണാൻ പോകാതെ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കാം എന്നുള്ളതാണ്. ആദ്യത്തെ വിസിറ്റിന് പോകുമ്പോൾ തന്നെ ഡോക്ടർ ഒരു സെറ്റ് ഓഫ് ട്രേസ് നമുക്ക് തരുന്നതായിരിക്കും. ഇത് ഓരോ 2 ആഴ്ച കൂടുമ്പോൾ ഓരോ കാലാവധിക്ക് ശേഷം നമുക്ക് തന്നെ മാറ്റിയിടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എബ്രോഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഡോക്ടറിനെ കാണാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഡോക്ടർ നിർദ്ദേശിച്ചതനുസരിച്ച് മാറ്റിയിടാവുന്നതാണ്. ഇവയ്ക്ക് 60,000 മുതൽ 1,50,000 വരെ ചാർജ് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം കൂടി, ക്ലിയർ റീറ്റെയിനേഴ്സ് എന്നുള്ളതുണ്ട്. അതായത് കമ്പി ഇട്ടതിന് ശേഷം പല്ലുകളെ അങ്ങനെ തന്നെ നിലനിർത്താനായി കൊടുക്കുന്നതാണ്. ഇവയ്ക്ക് 3,000 മുതൽ 4,000 വരെയാണ് വില. ഇനി ശ്രദ്ധിക്കുക, നിങ്ങൾ പല്ല് കമ്പിയിടുകയാണെങ്കിൽ ആദ്യം തന്നെ ഡയറക്റ്റ് പല്ലിൽ കമ്പിയിടുകയല്ല ചെയ്യുന്നത്. അതിനു മുൻപ് നമ്മൾ എക്സ്റേ എടുക്കുകയും പല്ല് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുമൊക്കെയുണ്ട്. അതുപോലെ തന്നെ പല്ലിൽ എന്തെങ്കിലും കേടുകളുണ്ടെങ്കിൽ അതൊക്കെ ആദ്യം തന്നെ അടയ്ക്കണം. എന്നാൽ ഫില്ല് ചെയ്യാൻ പറ്റാത്ത ഡീപ്പായിട്ടുള്ള കേടൊക്കെ ആണെങ്കിൽ റൂട്ട് കനാൽ പോലെയുള്ള ചികിത്സ ചെയ്ത് ക്യാപ്പ് ഇടേണ്ടതാണെങ്കിൽ അതൊക്കെ ചെയ്യേണ്ടതായി വരും. അപ്പോൾ ചില ക്ലിനിക്കിൽ ഇവയെല്ലാം ഉൾപ്പെടുത്തിയായിരിക്കും റേറ്റ് പറയുന്നത്. എന്നാൽ മറ്റ് ചില ക്ലിനിക്കിൽ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും പറയുന്നത്. അതുകൊണ്ട് ഇവയെല്ലാം ഡോക്ടറോട് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കാവുന്നതുമാണ്.